ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ 3, 4, 5 ഞാൻ ലീലിയുടെ ഗ്രൂപ്പിലായിരുന്നല്ലോ. അവിടുന്ന് പിന്നെ ഞാൻ ബി ബ്ലോക്കിലോട്ടായ ബി ബ്ലോക്കിലും 3-ാമത്തെ നിലയിലായിരുന്നു പിന്നെ ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തത്. ഓരോ സീനിയോറിറ്റിക്ക് അനുസരിച്ച് ഓരോരോ സ്ഥലങ്ങൾ സ്ഥലം മാറിക്കൊണ്ടിരിക്കും കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ സീനിയർ കുട്ടികളും ജൂനിയർ കുട്ടികളും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ഥലം ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ, എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. എല്ലാ കുട്ടികൾക്കും വന്നവരിൽ ഏറ്റവും ലാസ്റ്റ് ബാച്ച് എനിക്കാണ് വന്നത്. അപ്പോൾ ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പ്രത്യേകം ഒരു മുറിയിലാണ് താമസിപ്പിക്കുന്നത്. അങ്ങ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ ആളൊഴിഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഒത്തിരി കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു മുറിക്കകത്ത് ആക്കിയിട്ടിട്ട് പകൽ മുഴുവനും ഞങ്ങളുടെ വാർഡന്മാർ കാണും. ഒരാൾ കാണും, ഒരു വാർഡൻ കാണും. രാത്രിയാകുമ്പോഴത്തേക്കിനും ഞങ്ങൾ പിള്ളേർ തന്നെ കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ രാത്രി ഊണൊക്കെ കഴിഞ്ഞിട്ട് അന്ന് എന്തായിരുന്നു, ചുട്ട പപ്പടവും പിന്നെ കഞ്ഞിയും പിന്നെ പഴം ഒക്കെ അങ്ങനെയൊക്കെ തണുത്ത സാധനങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ കിടന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ, ഞങ്ങളെ ഈ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, അതിങ്ങനെ കട്ടിലിൻ്റെ പുറത്ത് വിരിച്ചിട്ടിട്ടാണ് ഞങ്ങൾ കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ലൈറ്റെല്ലാം നിർത്തി ജനലിൽ കൂടി ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴുണ്ടല്ലോ, ആരോ ജനലിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതായിട്ട് ഞങ്ങൾ കണ്ടേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടു. ഞാൻ ആദ്യം കണ്ടത്. അപ്പം മറ്റുള്ളവരും ഇത് കണ്ടുകൊണ്ട് കിടക്കും, എല്ലാവരും കണ്ടുകൊണ്ട് കിടക്കും. പക്ഷെ ആരോടും പറയുന്നില്ലേ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കിടന്നവരോട് പറഞ്ഞു, ഇതുകൊണ്ടോ ജനലിൻ്റെ അതുവഴി ആരാണ്ട് നമ്മളെ നോക്കാനായിട്ട് വരുന്ന എന്തോ ഒന്നും കള്ളന്മാരായിരിക്കുമെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ പെയ്യെ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് എഴുന്നിട്ട് ഓടാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഓടാനുള്ള റെഡിയായി. ഞാൻ റെഡി കണ്ടു. ഇത്തിരി സ്റ്റാർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഓടിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് പറഞ്ഞ് ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് മുകളിലോട്ട് കയറി ഓടിയേ. സ്റ്റെപ്പിൽ കൂടെ കയറി മുകളിലോട്ട് ഓടിപ്പോയപ്പോഴത്തേക്കിനുണ്ടല്ലോ, മുകളിൽ ചെന്നപ്പോഴത്തേക്കിനും എല്ലാവരും ഇരുന്ന് പഠിക്കുന്ന 9 മണി എങ്ങാണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കിടക്കാനായിട്ട് തീരുമാനിച്ചത്. ബാക്കിയുള്ള കുട്ടികളൊക്കെ മുകളിലിരുന്ന് പഠിക്കും. അപ്പോൾ ഞങ്ങളുടെ ഓട്ടവും വരവും കണ്ടുകൊണ്ട് അവരെല്ലാം പേടിച്ച് എന്ത് പറ്റി. അപ്പോൾ ഞങ്ങളുടെ വാർഡിനോട് പറഞ്ഞു, ചേച്ചി താഴെ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അവിടെ ഒരു കള്ളം വന്ന് ജനലിൽ കൂടെ ഞങ്ങളെ നോക്കുന്നു പറഞ്ഞേ. എന്നിട്ട് അപ്പോഴത്തേക്കിനുണ്ടല്ലോ അവരെല്ലാം ഓടി വന്നു കേട്ടോ, കള്ളനെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റും പിന്നെ എവിടെ സ്ഥലമൊക്കെ ചോദിച്ച് കള്ളനെ പിടിക്കാനുള്ള. ആദ്യം ചേച്ചി പറഞ്ഞു, നിങ്ങൾ കണ്ടതെന്ന് എന്നെ കാണിച്ചു തരാൻ പറഞ്ഞേ. അപ്പോൾ ചേച്ചി ഞങ്ങൾ കഥക് തുറന്ന് ചേച്ചി കാണിച്ചു. ചേച്ചി കള്ളം കണ്ടോ അനങ്ങുന്നുണ്ടോ, എത്ര നേരമായിരുന്നു ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചേച്ചിയോട് പറയാനൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് പറയാം, അത് കള്ളനൊന്നുമല്ല, ആ വാഴ കിടന്ന് അനങ്ങുന്നതിൻ്റെ ഇതാ നിങ്ങൾക്ക് തോന്നുന്ന കള്ളനാണ്, അത് കള്ളനൊന്നുമല്ല. അങ്ങനെ ഒരു കള്ളക്കാരി ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി അങ്ങ് പോയി. ഞങ്ങൾ വന്നു പിന്നെ അങ്ങ് കിടന്നുറങ്ങിയേ. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ദിവസം ഉണ്ടല്ലോ, ഞങ്ങൾ 6-ഉം 7-ഉം ഇച്ചിരി 5-ാം ക്ലാസ്സിനേക്കാൾ ഇച്ചിരി സീനിയോറിറ്റി കൂടിയവരാണല്ലോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തുണ്ടല്ലോ, ഞങ്ങളെ ഫ്ലാറ്റിനകത്ത് വെച്ച് തലമുടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ മുടി വീഴുന്നുള്ളതുകൊണ്ടേ ഞങ്ങളുടെ ആൻറ്റിഗ്രേറ്റ് ആണെങ്കിൽ എപ്പോഴും വന്ന് നോക്കുകയൊക്കെ ചെയ്യും എല്ലാവിടം വൃത്തിയായിട്ട്. കാരണം അവർ അമേരിക്കക്കാരിയല്ലേ, വൃത്തിയായിട്ട് കിടക്കുന്നതാണോ എന്നൊക്കെ എപ്പോഴും നോക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം അവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോഴുണ്ടല്ലോ പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, എനിക്കാണെങ്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഈ എല്ലാ കുട്ടികൾക്കും ഉണ്ടല്ലോ ഓരോരോ സ്പോൺസർമാരുണ്ട്. അത് അമേരിക്കക്കാരാണ്. അതായത് യൂറോപ്യൻസ്, അമേരിക്കയിലുള്ളവരും അങ്ങനെയൊക്കെ വൈറ്റ് പീപ്പിൾ. അപ്പം ഞങ്ങൾക്ക് ഈ സ്പോൺസർമാർ ഒരു സ്പോൺസർ ഒരു കുട്ടിയെ ഏറ്റെടുക്കും. അങ്ങനെ ഒരാളൊരു കുട്ടിയെ ഏറ്റെടുക്കും. അവരുടെ ചിലവെല്ലാം ആ വർഷം അവരാണ് നടത്തുന്നത്. പിന്നെ സ്പോൺസറിന് മാറണമെങ്കിൽ മാറാം, പിന്നെ അവർക്ക് പൈസ തരാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോഴുണ്ടല്ലോ ഈ എല്ലാ വർഷവും ഉണ്ടല്ലോ 2-3 കുട്ടികളുടെ സ്പോൺസർമാരൊക്കെ അവിടെ വരികയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും എല്ലാ മാസം ഒരു 3-4 അമേരിക്കക്കാർ അവിടെ ആ സ്ഥാപനത്തിൽ വരും.
വരുമ്പോഴെല്ലാം ഉണ്ടല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ പിന്നെ പാർട്ടി ചെയ്യുമേ. പാർട്ടി ചെയ്യുമ്പോൾ കൂടുതലും അവർ ഞങ്ങൾ സ്കൂൾ വിട്ട് 4 മണിക്ക് വരുമ്പോഴാണ് പാർട്ടി ഉണ്ടാകാറുള്ളത്. അപ്പം അന്നേരം ആണെങ്കിൽ എന്തുവാ ലഡ്ഡു, ജിലേബി, കേക്ക്, ഐസ്ക്രീം, പിന്നെ പപ്സ്, ഇതാ മെയിൻ. എല്ലാ ആരും വന്നാലും ഈ ഒരു കൂട്ടം ഞങ്ങൾക്ക് അവർ ഇതാക്കി തരുവേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലർ അത്താഴവും അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ ആണെങ്കിൽ ആഹാരത്തിനാണെങ്കിൽ ഇഷ്ടംപോലെ ആഹാരം കഴിച്ചോണം, വയറ് നിറച്ച് ആഹാരം കഴിച്ചോണം. ആരും അങ്ങനെ ഈ ആ പണ്ടിക്കറിയൊന്നും അല്ല അവിടെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല കൊഴുത്ത് നല്ല കറികൾ. ആഴ്ചയിലാണെങ്കിൽ പിന്നെ ഞാൻ പഠിച്ച അനാഥശാലയല്ലേ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഗുണങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് പറയണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. നിങ്ങളവർക്ക് ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നതെന്ന്. പക്ഷെങ്കിൽ എനിക്കത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ പഠിച്ച സ്ഥാപനത്തോട് കാണിക്കുന്ന നന്ദികേടല്ലേ. അപ്പോൾ എനിക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം മീൻ കറിയും പിന്നെ ഇറച്ചിക്കറിയും മുട്ടയും എല്ലാം കാൽഷ്യം, വിറ്റാമിൻ എല്ലാം അടങ്ങുന്ന എല്ലാം നല്ല ആഹാരമാണ് അവിടുന്ന് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ നല്ല കറിയൊക്കെ നല്ല കുറുകിയിരിക്കണം. അങ്ങനെ തട്ടിക്കൂട്ടി കറിയൊന്നും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. കാരണം ആൻറ്റിഗ്രീറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞങ്ങളുടെ ആഹാരത്തിന് ബെല്ലടിക്കുന്ന ആൻറ്റിഗ്രീറ്റിൻ്റെ മുകളിൽ ഇരുന്ന് കേൾക്കാമല്ലോ. അപ്പോൾ അവർ വന്ന് നോക്കും ഞങ്ങൾക്ക് തരുന്ന ആഹാരം എങ്ങനെയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടോ, നല്ലതാണോ എന്നൊക്കെ വന്ന് നോക്കും. അതുകൊണ്ട് ആഹാരമൊക്കെ അന്ന് ഞാൻ കഴിച്ച ആഹാരത്തിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാക്കിലിരിപ്പുണ്ട്. എനിക്കാണെങ്കിൽ പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ പണിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ എണ്ണപ്പലഹാരം കൊണ്ട് തിന്നിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ഈ ബേക്കറി സാധനങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഇതപ്പോൾ എനിക്കാണെന്നുണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലോർക്ക് എൻ്റെ ആങ്ങളൊക്കെ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. അവന് എണ്ണപ്പലഹാരമൊക്കെ അല്ലേ തിന്നുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ ആങ്ങളെ ഓർക്കുമായിരുന്നു എപ്പോഴേ. അതേപോലെ തന്നെ പിന്നാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ വീട്ടിലിങ്ങനെ നല്ല ടൈം ടേബിളായിട്ട് നല്ല ക്രമമായിട്ട് അങ്ങനെയൊന്നും വലിയ ആഹാരങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ എന്നും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ അമ്മേൻ്റെ ആങ്ങളെ ഓർക്കുമായിരുന്നു. അവരെങ്ങനെ ആയിരിക്കും ആഹാരം കഴിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നാണെങ്കിൽ ഒരു ദിവസം ഉണ്ടല്ലോ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ എത്ര ഫ്ലാറ്റ് നീളമുണ്ടോ അത്ര നീളത്തിൽ വരാന്തയുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലൊരു കൊച്ചുണ്ടായിരുന്നേ. അവളുടെ തല നിറച്ച് പേനാണ്. പേനെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് പേരിനനുസരിച്ച് അവൾക്ക് മുടിയുണ്ട്. ആ മുടിയാണെങ്കിൽ ഞങ്ങളെക്കാരും ജീവി കെട്ടാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഉള്ളുള്ള മുടിയാണ്. അപ്പോൾ അവളുടെ മുടി എപ്പോഴും അവളുടെ നോക്കുന്ന വാർഡൻ അവളുടെ മുടി ജീവി കെട്ടിക്കൊടുക്കുന്ന സ്കൂളിൽ പോകാൻ നേരപ്പോഴത്തേക്കിന് ഉണ്ടല്ലോ ഒരു ദിവസമാണെങ്കിൽ അപ്പോൾ അവളുടെ വാർഡും വേറെ ഞങ്ങളുടെ വാർഡും വേറെ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ മുടി കെട്ടിക്കൊണ്ട് ഇരിക്കുവാണ്. മുടി കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ വരാന്തയിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ ഞങ്ങൾ 3-ാമത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വരാന്തയുടെ കൈ നമ്മളിങ്ങനെ കുത്തിയൊക്കെ നിൽക്കത്തില്ല, അതേപോലെ സ്ഥലമുണ്ട്. ഞാനവിടെ ഇങ്ങനെ കൈ കുത്തിയിട്ട് താഴോട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു മനുഷ്യനുണ്ടല്ലോ പിന്നാണെങ്കിൽ അങ്ങേര് കൈലിയാണ് എടുത്തിരുന്നത്. കൈലി പറിച്ചിട്ട് ഇങ്ങനെ ഇത് നഗ്നത പ്രദർശിപ്പിക്കത്തില്ല അങ്ങനെ കാണിച്ചേ. ഞാനാണെങ്കിൽ പേടിച്ച് പോയി. ഞാനാണെങ്കിൽ ചേച്ചിയോട് ഇങ്ങനെ പേടിച്ചിങ്ങനെ ഓടിയപ്പോഴുണ്ടല്ലോ ആ ചേച്ചി എന്നോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇതേപോലെ ഇത് കണ്ടോ പിന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയും പോയി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനുണ്ടല്ലോ ഇയാൾ ഇത് തന്നെ ചേച്ചിയെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകാനുള്ള സമയമായതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം ചേച്ചി പറഞ്ഞ് ആരും ഇനി അങ്ങോട്ട് നോക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങളങ്ങനെ അങ്ങ് സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ 4 മണിക്ക് വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ ഞാൻ ആ താഴോട്ട് നോക്കിയ സ്ഥലത്ത് കൊണ്ടല്ലോ ഒരു 2 ആൾ പൊക്കത്തിൽ, ഒന്നാമത് 2 ആൾ പൊക്കത്തിൽ മതിലുണ്ട്, പിന്നെയും അതിൻ്റെ അത്രയും തന്നെ പൊക്കത്തിൽ മതിൽ കെട്ടിയേ. ഒറ്റ ദിവസം കൊണ്ട് ഒരു 4 മണിക്ക് മുമ്പേ മതിൽ മുഴുവനും കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ ആ വീട് കാണാനേ ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ഒറ്റ നില വീടാണ്. അപ്പോൾ ഒരു നില വീടിൻ്റെ ടെറസിൻ്റെ മണ്ടേ വന്നിട്ട് ഇങ്ങനത്തെ ക്രിസൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മതിൽ കെട്ടി ഇത്രയും പൊക്കത്തിൽ മതിൽ കെട്ടിയത് കൊണ്ട് ഇവരുടെ വീട് പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റാതായി. അങ്ങനെ അപ്പോൾ ചേച്ചി മറ്റുള്ള സീനിയർമാരുണ്ടല്ലോ, ഞങ്ങളെക്കാളും സീനിയറുണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം അവരോട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ച് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് നിങ്ങളാരെങ്കിലും അറിഞ്ഞു, ഹൈസ്കൂളിലെ പിള്ളേരോട് ചോദിച്ചേ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊക്കെ മിക്കവാറും കാണാറുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങളെന്നാ പറയാഞ്ഞേ? അപ്പം അവളന്മാർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ വഴക്ക് പറയുമെന്ന് വിചാരിച്ചാൽ പറയാഞ്ഞേ. അപ്പോൾ ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് പറയണ്ടായിരുന്നോ നേരത്തെ അങ്ങനെ. അപ്പോൾ അവളന്മാരൊക്കെ അങ്ങേരെ വിളിച്ചുകൊണ്ടിരുന്ന എന്നാന്നറിയാം, ബാബുപ്പടു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പടു എന്ന് പറഞ്ഞാൽ എന്തോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അവളന്മാരെല്ലാം അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്, ബാബുപ്പടു എന്ന് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു കാര്യം. അതുകൊണ്ട് പിന്നെ ഇതൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ ചിലപ്പോൾ നേരെ അങ്ങ് ചിരി വരികയും ചെയ്യും. നിങ്ങളോർക്ക് എന്തിനാണ് ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത്, എന്നാലും ഒരു രസം, അതുകൊണ്ടൊക്കെ പറയുന്നതാണ്. ഓക്കെ, അപ്പം നാളെ